261-59. 2 സീറ്റിന് മുന്നിലാണ് നിഷാദ്. 2 സീറ്റിന് ഇന്ത്യ സഖ്യം മുന്നിലാണ്. ഞാൻ പറയുന്നു ക്രമാനുഗതമായ വളർച്ച 272 എത്തുമോ എന്നാണ് ഈ നാം നോക്കി നിൽക്കേണ്ടത്. ആ മാജിക് നമ്പർ ഇന്ത്യ മുന്നണിക്ക് തൊടാൻ കഴിയുമോ? മാജിക് നമ്പറിലേക്ക് ഇന്ത്യ മുന്നണിയെ എത്തുമോ? NDA ഇനിയും ശക്തി പ്രാപിക്കുമോ? ഇതാണ് നാം കാത്തിരിക്കേണ്ടത്. ആര് തൊടും മാജിക് നമ്പർ? ആരാണ് ആ മാജിക് നമ്പർ തൊടുക? 272 എന്ന മാജിക് നമ്പർ ഇന്ത്യ മുന്നണി തൊടുമോ? NDA തൊടുമോ? സുരേഷ് ഗോപി 10,142 വോട്ടിന്റെ ലീഡിലെത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ഇന്ത്യയെ സംബന്ധിച്ച് സമാശ്വാസത്തിന്റെ, ആശ്വാസത്തിന്റെ കിരണം, സന്തോഷത്തിന്റെ, അത്യാനന്ദത്തിന്റെ നിമിഷമാണിത്. കാരണം തൃശ്ശൂർ എടുക്കുമെന്ന് പ്രഖ്യാപിച്ച സുരേഷ് ഗോപിക്ക് ഇത് ആനന്ദത്തിന്റെ നിമിഷമാണ്. BJPയെ സംബന്ധിച്ച് ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കുന്നതിന്റെ സന്തോഷത്തിന്റെ നിമിഷമാണ്. കേരളത്തിൽ അവരെ സംബന്ധിച്ച് ഇത് എന്നത് കാണാം. ഇന്ത്യ ഉയർന്നുയർന്ന് പറന്ന് വലുതായി വരുന്നതിന്റെ കാഴ്ച കാണുകയാണ്. എക്സിറ്റ് പോളുകളിൽ 140 സീറ്റ് വല്ലതും നേടിയാലായി എന്ന് അവഗണിച്ചൊഴിവാക്കിയ ഇന്ത്യ സഖ്യത്തെ അല്ല നമ്മൾ ഗ്രൗണ്ടിൽ കാണുന്നത്. ഫലം പുറത്തു വരുമ്പോൾ, ആദ്യത്തെ ലീഡ് നില പുറത്തു വരുമ്പോൾ, ആദ്യത്തെ 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ, 1 മണിക്കൂർ കഴിഞ്ഞ് 50 മിനിറ്റ് പിന്നിടുമ്പോൾ 260 സീറ്റിൽ നരേന്ദ്രമോദിയോട് മുട്ടി നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തെയാണ് കാണുന്നത്. ഇന്ത്യ സഖ്യം ഒരു വിജയിച്ച ആശയമായിരുന്നുവെന്ന്, ഇനിയിപ്പോൾ നരേന്ദ്രമോദി ഏറ്റവും വലിയ കക്ഷിയായാലും അധികാരത്തിൽ തുടർന്നാലും ഇന്ത്യ സഖ്യമെന്ന പ്രതിപക്ഷ കക്ഷികളുടെ സമാഹരണം, ഒത്തുചേരൽ, അവരുടെ സംഘാടനം ഒരു പരാജയപ്പെട്ട ആശയമല്ലെന്ന്, അതിന് സാധ്യതകളുണ്ടെന്ന്, അതിന് ജനങ്ങൾ അണിനിരക്കുമെന്ന്, ജനങ്ങൾ അതിന്മേൽ വിശ്വാസമർപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചകമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലസൂചന എന്നതിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യയിലെ ജനങ്ങൾ വർഗീയതയ്ക്ക് സമ്പൂർണ്ണമായും അടിപ്പെട്ടു പോകുന്നവരല്ല. അവർ PR ഗിമ്മിക്കുകളിൽ വീണു പോകുന്നവരല്ല. അവരേതെങ്കിലും ഒരു ബ്രാൻഡിന് പിന്നാലെ അഡിക്റ്റായി പോകുന്നവരല്ല. വിശക്കുമ്പോൾ വിശക്കുന്നു എന്ന് പറയാൻ, വിശപ്പിനാണ് പരിഹാരം വേണ്ടത് എന്ന് പറയാൻ, സഹവർത്തിത്വത്തിനും സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കുമാണ് പ്രാധാന്യമുള്ളത് എന്ന് പറയുന്ന ഒരു ജനതതി, അതിൻ്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയതിന്റെ കാഴ്ച 265, 255. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.